നമ്മുടെ പിണറായി വിജയൻ ഉള്ളംകൈയിൽ കൊണ്ടുനടക്കുന്ന 12ഓളം നേതാക്കന്മാർ ഇപ്രാവശ്യം കനത്ത പരാജയം ഏറ്റുവാങ്ങും. UDF-ന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയായി മാറുകയാണ്. രണ്ടാം പിണറായി സർക്കാർ വരുന്നു. മൂന്നാമത് വരുമ്പോൾ ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി. ആറന്മുളയിലാണ് വീണ ജോർജ് മത്സരിക്കുന്നത്. അപ്പൊ ആറന്മുളയിൽ ഒരു വിജയസാധ്യത വീണ ജോർജിന് ഇല്ല എന്നാണ് പറയുന്നത്. തോൽക്കും എന്നൊരു മുന്നറിയിപ്പ് കിട്ടിയതുകൊണ്ടാണോ LDF ഇപ്പോൾ ശാന്തമായിരിക്കുന്നത്? രേഷ്മ, ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ എപ്പോഴും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കുറച്ചൊക്കെ വിശ്വാസപൂർണ്ണമായ ഫലങ്ങളായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് കണക്കിലെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് അവർ പറഞ്ഞിരുന്നത്. റിസൾട്ട് വരുമ്പോൾ അതിനോടൊക്കെ ചെറിയൊരു സാമ്യതയൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ എന്നാൽ ഈ ഒരു അടുത്ത കാലത്തൊക്കെ ആയിട്ട് അത് പലരുടെയും PR വർക്കുകളായി മാറുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതിന് വിശ്വാസ്യത കുറയുന്ന സാഹചര്യം കാണുന്നുണ്ട്. അടിസ്ഥാനരഹിതമായ കണക്കുകൾ നിരത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെ അല്ലെങ്കിൽ സർവേകളെ ഒന്നും ഒരുപാട് പേരൊന്നും ആശ്രയിക്കാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ സർവേ ഫലങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നൊക്കെ. അവരും ഇത്തരത്തിൽ, ഒരു പാർട്ടിയെ മാത്രമല്ല എല്ലാ പാർട്ടികളും ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്കറിയാം. അപ്പോൾ ആ ഒരു ഫലങ്ങളൊന്നും അവരങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം തന്നെയാണ് ആഭ്യന്തരവും കാക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തരമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്തരത്തിലൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നത് LDF വലിയ കനത്ത രീതിയിൽ പരാജയപ്പെടുമെന്നുള്ള റിപ്പോർട്ടാണ് അത് വന്നിരിക്കുന്നത്. LDF പരാജയപ്പെടുമെന്നത് മാത്രമല്ല, നമ്മുടെ പിണറായി വിജയൻ ഉള്ളംകൈയിൽ കൊണ്ടുനടക്കുന്ന 12ഓളം നേതാക്കന്മാർ ഇപ്രാവശ്യം കനത്ത പരാജയം ഏറ്റുവാങ്ങുമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു തിരിച്ചടിയായിരിക്കും LDF-ന് എന്നാണ് പറയപ്പെടുന്നത്. വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് കൊണ്ടുവരുന്ന ഈ 12 പേരോളമാണ് ഇപ്പോൾ തോൽക്കുമെന്നുള്ള വാർത്ത, കനത്ത രീതിയിൽ തോൽക്കുമെന്നുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കൊന്ന് ഈ ഇലക്ഷന് ശേഷം ഒന്ന് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും LDF പൊതുവെ ശാന്തരാണ്. അല്ലെങ്കിൽ ഓരോ ദിവസവും സൈബർ ഇടങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് സൈബർ പോരാളികളുടെ മെസ്സേജുകളൊക്കെ നമ്മൾ കാണാറുണ്ട്, കമൻറ്റുകളും സ്റ്റാറ്റസുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ല, വളരെ ശാന്തമാണ്. അപ്പോൾ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം തോൽക്കും എന്നൊരു മുന്നറിയിപ്പ് കിട്ടിയതുകൊണ്ടാണോ LDF ഇപ്പോൾ ശാന്തമായിരിക്കുന്നത്? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, ഈ ഒരു എക്സിറ്റ് പോൾ ഫലം വരുന്നതേ ഉള്ളൂ. 29-ാം തീയതിയാണ് വരുന്നത്. മാത്രമല്ല, പ്രചാരണ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയം മുതലേ LDF-ന് അല്ലെങ്കിൽ CPM-ന് വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം അവരുടെ ജാഥ അങ്ങനെയാണ്, അവരുടെ പ്രചാരണ വേളകൾ അങ്ങനെയാണ്. മാത്രമല്ല, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക ഈ CPM മുന്നോട്ട് വെച്ചിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നേരത്തെ തന്നെ LDF-ന് ഒരു ആശങ്ക നിലനിന്നിരുന്നു. ഇപ്പോൾ ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ ആ ഒരു ആഭ്യന്തരമന്ത്രി കൈവെക്കുന്ന ആ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ അതിൽ ഒരു പൊട്ടിക്കരയുന്ന അവസ്ഥയിലേക്ക് CPM എത്തി എന്ന് വേണം പറയാൻ. കാരണം ഈ പറയുന്ന റിപ്പോർട്ടിൽ 12 പേര് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത നേതാക്കളാണ്, അല്ലെങ്കിൽ അടുത്ത മന്ത്രിമാരായിരുന്നു. അത്രയേറെ പ്രാധാന്യമുള്ളവരാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷ വെക്കുന്ന മന്ത്രിമാരാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അവർ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ, ആ മണ്ഡലങ്ങളിൽ പരാജയപ്പെടുമെന്ന് പറയുന്നത് ഒരിക്കലും മുഖ്യമന്ത്രിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ആ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ CPM വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളും കൊട്ടിയാഘോഷങ്ങളും, ഇപ്പോൾ വിദ്യ പറയുന്നത് പോലെ തന്നെ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള പോരാളിത്തരം ഒന്നും കാണിക്കാത്തത്. അത്തരം നീക്കങ്ങളിലേക്ക് CPM മാറുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവർ ഇന്ന മണ്ഡലങ്ങളിൽ തോൽക്കുമെന്നുള്ള കാര്യം അവർ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് 12 പേരെ പറ്റിയാണ് പറയുന്നത്. ആ 12 പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ശിവൻകുട്ടി, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, KB ഗണേഷ് കുമാർ, KN ബാലഗോപാൽ, വീണ ജോർജ്, VN വാസവൻ, P രാജീവ്, KT ജലീൽ, V അബ്ദുറഹീം, TP രാമകൃഷ്ണൻ, MB രാജേഷ്, PK ശ്യാമള എന്നീ അടങ്ങുന്ന 12 പേരാണ്. ഈ 12 പേരിൽ ഏറ്റവും കൂടുതൽ പിണറായി വിജയന് കുറച്ചുകൂടി അടുത്ത് അല്ലെങ്കിൽ തോളോടൊപ്പം അല്ലെങ്കിൽ സ്വന്തം എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വസ്തത എന്ന് പറയുന്ന പലരും ഉണ്ട്. അതായത് ഒരുപാട് നാൾ ഞങ്ങൾക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസ്തത അർപ്പിക്കുന്ന ഒരാളാണ് വീണ ജോർജ് എന്നൊക്കെ ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ഓരോരുത്തരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ കുറച്ച് പേര് അത്രയും
അത്രയും അടുത്ത് നിൽക്കുന്ന ആളുകൾ പരാജയപ്പെടുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ പറയുന്ന മണ്ഡലങ്ങളിൽ, അതായത് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതിലുപരി തന്നെ ജനങ്ങൾക്കും കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം. എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ നേമത്ത് ശബരിനാഥ്, രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ ഇദ്ദേഹമാണ് മത്സര രംഗത്ത് ഇറങ്ങുന്നത്. അപ്പൊ അവിടെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി കഴക്കൂട്ടത്താണ് ഈ കടകംപള്ളി സുരേന്ദ്രന്റെ അവസ്ഥ. അതും അതുപോലെ തന്നെയാണ്, വലിയ വിജയപ്രതീക്ഷ നൽകുന്നില്ല. ഇനി KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഈ KSRTCയിൽ വലിയ രീതിയിലുള്ള വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെയും വലിയൊരു പരാജയമായിട്ട് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം ഈ പറയുന്നത് പോലെ തന്നെ ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സരിത കേസ് ഒക്കെ പൊക്കിയെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാൾ കൂടിയാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അന്ന് വിശ്വസിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നത് പിന്നീട് അത് കള്ളത്തരമാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ അത്തരം കാര്യങ്ങളും ഈ ഒരു രീതിയിൽ നോക്കിക്കാണേണ്ടതുണ്ട്. ഏതായാലും മന്ത്രി ഗണേഷ് കുമാർ അവിടെ തോൽക്കും എന്നുള്ളൊരു രീതിയിലാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത KN ബാലഗോപാലനാണ്. അത് കൊട്ടാരക്കരയാണ് അദ്ദേഹം നിൽക്കുന്നത്. അവിടെയും വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷ നൽകുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ഇനി നമുക്ക് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഏറ്റവും വിശ്വസ്തത എന്ന് പറയപ്പെടുന്ന വീണ ജോർജ് ആണ്. വീണ ജോർജിന്റെ പല രീതിയിലും, അതായത് വീണ ജോർജ് ഭരിച്ചിരുന്ന ആരോഗ്യ മേഖലയിൽ പല വീഴ്ചകൾ വന്നിട്ടും അതിനോടൊന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ചൂണ്ടിക്കാട്ടാത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും എൻ്റെ ഏറ്റവും വിശ്വസ്തത എന്നൊക്കെ ഈ പറയുന്ന വീണ ജോർജിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അപ്പം ആറന്മുളയിലാണ് വീണ ജോർജ് മത്സരിക്കുന്നത്. അപ്പോൾ ആറന്മുളയിൽ ഒരു വിജയസാധ്യത വീണ ജോർജിന് ഇല്ല എന്നാണ് പറയുന്നത്. ഇനി കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ VN വാസവനാണ്. VN വാസവന് വലിയ വിജയപ്രതീക്ഷ ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ P രാജീവ് കളമശ്ശേരിയിൽ ഇക്കുറി കളം മാറ്റി എഴുതാനുള്ള നിലപാടിൽ അല്ലെങ്കിൽ നീക്കങ്ങളിലാണ് UDF ഉള്ളത്. അപ്പോൾ അവിടെ P രാജീവ് തോൽക്കുമെന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഇനി KT ജലീലാണ്. അതായത് മലപ്പുറത്തെ 2 സ്ഥാനാർത്ഥികളാണ് ഇവർക്ക് പരാജയം നേരിടാൻ പോകുന്നത്. ഒന്ന് KT ജലീലാണ്, V അബ്ദുറഹ്മാനും. അതായത് തവനൂരിലും തിരൂരിലുമാണ് ഈ 2 പേര് മത്സരിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. അവിടെ വൻ പരാജയം സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇനി TP രാമകൃഷ്ണൻ, അതായത് കോഴിക്കോട് വളരെ നിർണായകമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ഒരു ജെൻസി കുട്ടി. അന്നേരം ആ ഒരു കുട്ടിക്ക് മുന്നിൽ ഈ TP രാമകൃഷ്ണൻ തോൽക്കുക എന്ന് പറയുന്നത് ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമായിരിക്കും. അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയാകും. എന്തായാലും അവിടെ അങ്ങനെ തോക്കുകയാണെങ്കിൽ അത് CPM-ന്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റും എന്നതാണ്. ഇനി വരികയാണെങ്കിൽ പാലക്കാട് തൃത്താലയാണ്. TP രാമകൃഷ്ണനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം 4ാമത്തെ തവണയാണ്. അതായത് LDF-ന്റെ ഒരു ചട്ടങ്ങളൊക്കെ ലംഘിച്ചിട്ടാണ് അദ്ദേഹത്തെ വീണ്ടും നിർത്തിയിരിക്കുന്നത്. അതെ 4ാമത്തെ തവണ തോക്കുകയാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞ അവിടുത്തെ ഒരു മുഖച്ഛായ തന്നെ മാറും. കാരണം 3 വർഷം 3 തവണ അദ്ദേഹം അവിടെ തന്നെയായിരുന്നു. ഇനി ഈ പാലക്കാടേക്ക് വരികയാണെങ്കിൽ തൃത്താല MP രാജേഷ് ആണ്. ഇനി കണ്ണൂർ തളിപ്പറമ്പാണ് അവസാനമായിട്ടുള്ളത്. അതായത് PK ശ്യാമള, MV ഗോവിന്ദൻ മാസ്റ്ററുടെ വൈഫായിട്ടുള്ള PK ശ്യാമളയാണ് അവിടെ മത്സരിക്കുന്നത്. മാത്രമല്ല കണ്ണൂർ തളിപ്പറമ്പ് എന്ന് പറയുന്നത് CPM-ന്റെ വലിയൊരു തട്ടകമാണ്. അവരുടെ ആ ഒരു തട്ടകത്തിൽ PK ശ്യാമള തോൽക്കുമെന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിലൊക്കെ വ്യക്തമാവുന്നത്. അപ്പം ഈ പരാജയം എന്ന് പറയുന്നത് അവർ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്കും പ്രചാരണങ്ങൾക്കും ഒന്നും CPM തൽക്കാലം മുതിരാത്തത്. അപ്പം UDF-ന്റെ ഒരു ട്രെൻഡിങ്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ട്രെൻഡിങ് നിയമസഭയിൽ ഉണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് അവരിയ്ക്കുന്നത്. അപ്പൊ ഇത്തരം റിപ്പോർട്ടുകൾ അവർക്ക് അനുകൂലമാകുകയാണ് ചെയ്യുന്നത്. എന്തായാലും പരാജയ ഭീതി വലിയ രീതിയിൽ തന്നെ CPM-ൽ ഉണ്ടായിക്കഴിഞ്ഞു. രേഷ്മ, പലപ്പോഴും നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഡ് സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്തൊരു പ്രാധാന്യം ലഭിക്കുന്ന പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത്ര ശോഭിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പലപ്പോഴും ആ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം
വളരെ വ്യത്യസ്തമായ ഏതൊരു സർവേ ഫലങ്ങൾ എടുത്ത് നോക്കിയാലും നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്നത് UDF-നാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പും അവർക്ക് അനുകൂലമായിരുന്നു, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പും അവർക്ക് അനുകൂലമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് ജനങ്ങളെ വെറുപ്പിച്ചു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ ഒരു ഇഷ്ടക്കേട് നേടിയെടുക്കാനാണ് അവർക്ക് സാധിച്ചത് എന്നാണോ വിലയിരുത്തുന്നത്? ഇപ്പം വിദ്യ, ഈ പറയുന്ന രണ്ടാം പിണറായി സർക്കാർ വരുന്നു, മൂന്നാമത് വരുമ്പോൾ ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഇതേ പക്ഷത്ത് ഈ പ്രതിപക്ഷമാണ് അല്ലെങ്കിൽ UDF ആണ് എന്നുണ്ടെങ്കിൽ UDF ആദ്യ ഭരണം കഴിഞ്ഞ് രണ്ടാമത്തെ ഭരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മടുക്കും, ജനങ്ങൾ വീണ്ടും മാറി ചിന്തിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിൽ, അതായത് ജനങ്ങളെ നമുക്ക് എപ്പോഴും ഇങ്ങനെ പിടിച്ചു നിർത്താനൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല. ഈ പാർട്ടിക്കുള്ളിലെ ജനങ്ങൾ അവർക്കൊപ്പം നിൽക്കും, ചിലപ്പം ചിലവരൊക്കെ പിന്തിരിഞ്ഞു പോകാം, ഇപ്പൊ ആ പാർട്ടി വിട്ടു പോകുന്ന കുറെ പേരുണ്ട്. എന്തായാലും ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് എന്നും നിലകൊള്ളുന്ന ഒരു സംഭവമാണ്. കാരണം അത് ഏത് പാർട്ടി വന്നാലും രണ്ടാമത് അല്ലെങ്കിൽ രണ്ടാം ഭരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കെതിരെ വരും. എന്തായാലും ഉമ്മൻചാണ്ടി അവിടെ നിന്ന് മാറി മുഖ്യമന്ത്രി കസാരയിലേക്ക് പിണറായി വിജയൻ വന്നത്. അപ്പം ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഈ രണ്ടാം തവണയാണ് പിണറായി വിജയൻ സർക്കാരിനെ മടുത്തു തുടങ്ങി എന്നുള്ള രീതിയിലൊക്കെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ഇനി മൂന്നാമത്തെ തവണ അവർ വരണമോ വേണ്ടയോ എന്നത് ചിന്തിച്ച് വേണം ഈ ഒരു ഇലക്ഷൻ അവർ വോട്ട് ചെയ്യാൻ. അപ്പൊ അത്തരം നീക്കങ്ങളിലേക്ക് നടക്കുന്ന സമയത്താണ് അതൊരു ആയുധമാക്കിക്കൊണ്ട് UDF വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന CPM-നെതിരെ ഒരു വിരുദ്ധ ജനം അല്ലെങ്കിൽ ഒരു വിരുദ്ധ പക്ഷം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്തരം നീക്കങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ അത് ആയുധമാക്കിക്കൊണ്ട് UDF രംഗത്തെത്തുമ്പോൾ UDF-ന് അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത്തരം ആളുകളെ അവർക്കൊപ്പം ചേർത്തുക, അതുപോലെ തന്നെ അവരുടെ വോട്ട് ബാങ്കിങ് കൂട്ടുക എന്ന ഒരു ലക്ഷ്യം കൂടിയാണ്. അപ്പൊ ആ ലക്ഷ്യം അവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ തന്നെ നടത്തി ആ ഒരു ട്രെൻഡിങ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അത് തിരിച്ചടിയാകുമെന്നതാണ്. അപ്പോൾ UDF-ന് കനത്ത പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഈ ഒരു ഇലക്ഷൻ കാലഘട്ടം കടന്നു പോകുന്നത്. ഇലക്ഷൻ കഴിഞ്ഞു, അതിനുശേഷം ഇനി വരാനിരിക്കുന്ന വോട്ടെണ്ണുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. പക്ഷെ ഒപ്പം തന്നെ UDF-ൽ മറ്റൊരു പ്രശ്നം, ഇനി ആര് മുഖ്യമന്ത്രിയാകുമെന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. UDF-നുള്ള അതിനുള്ളിൽ ഒരു എപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്, ഉള്ളിലൊരു വടംവലി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പലരും സ്വന്തമായി PR വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഒരു കേരള യാത്ര നടത്തുന്നു എന്ന് പറഞ്ഞൊരു ഹൈപ്പ് ഉണ്ടാക്കുന്നു. അതിലേക്ക് ഒരുപാട് പരിഹാസങ്ങളും വിമർശനങ്ങളും അനുകൂലവും പ്രതികൂലവുമായ പല പല കാര്യങ്ങൾ വരുന്നു. പക്ഷേ അതിനുശേഷം രമേശ് ചെന്നിത്തല തന്നെ പ്രത്യക്ഷപ്പെടുന്ന അതൊരു, അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ളവർ പറയുന്നത് ഒരു പദയാത്രയൊന്നും അല്ല, അതിന് പകരം ഒരു ഓൺലൈനായിട്ട് കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന പോഡ്കാസ്റ്റ് വീഡിയോ ആണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ UDF-നുള്ളിൽ വരുന്നു. UDF-ന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയായി മാറുകയാണ്. ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അവരിപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തുന്നതിന്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് അവരെ ഈ ഭരണത്തിൽ വരുമെന്ന് ഉറച്ച വിശ്വാസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എല്ലാവരും പറയുന്നുണ്ട് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഇലക്ഷന്റെ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പേ മുഖ്യമന്ത്രിക്ക് വേണ്ടി അടി തുടങ്ങി എന്നാണ്. നിങ്ങളും ഒരു മറുവശത്ത് ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് അവര് മുഖ്യമന്ത്രി ഇപ്പൊ തന്നെ തെരഞ്ഞെടുക്കണം, ചർച്ചകൾ നടത്തുന്നത് എന്ന് അവർക്ക് അത്രയും വിജയപ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ്. അതായത് ഈ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ UDF-ന് കുറച്ച് മണ്ഡലങ്ങളിലെ കാര്യങ്ങളും അവിടുത്തെ എങ്ങനെയാണ് അവിടുത്തെ പോളിംഗ് ശതമാനം എന്നുള്ളതൊക്കെ കുറച്ച് സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അവർ തറപ്പിച്ച് പറയുന്നത് ഞങ്ങളാണ് ഇത്തവണ വരുന്നത് എന്ന്. ഇപ്പോൾ 100 സീറ്റിന് മുകളിൽ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് VD സതീശൻ പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. അത് കാരണം അവർക്ക് അത്രയേറെ വിജയപ്രതീക്ഷയും അവർ മനസ്സിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ സൂചനകളും അനുസരിച്ച് UDF ഭരണത്തിൽ വരുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അടുത്ത ആരാണ് CM എന്ന് അവര് ചർച്ച നടത്തുന്നത്. എന്തായാലും CM-നെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡ് ആയിരിക്കും CM ആരാണെന്ന് തീരുമാനിക്കുക. പക്ഷേ അതിലുപരി UDF വലിയൊരു തരംഗം സൃഷ്ടിക്കുമെന്നുള്ളതാണ് ഈ ഒരു ഇലക്ഷനിലൂടെ അറിയാൻ സാധിക്കുന്നത്.